ഹായ്, ഇന്ന് തേഴ്സ്ഡേ നൈറ്റ് ഞങ്ങളുടെ മൂവി നൈറ്റാണ്. മിക്ക തേഴ്സ്ഡേസിലും നമ്മൾ ഇതുപോലെ രാത്രിയിൽ ഫിലിമൊക്കെ ഇന്ന് കണ്ടിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. കാരണം ഫ്രൈഡേ നമുക്ക് ഓഫാണ്. നമ്മുടെ ദൈവമോളും മോനും ഉണ്ടായിരുന്നപ്പോഴും നമ്മളിങ്ങനെ തന്നെ ആയിരുന്നു. ഇനി അവർ വരുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. മിക്ക തേഴ്സ്ഡേസും ഞങ്ങൾ ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ചെറിയൊരു മൂവി നൈറ്റാണ്. കുഞ്ഞ് റെഡിയാണ്. കുഞ്ഞിനെ കാണിക്കില്ല, അവനെ ഇവിടെ നമ്മൾ കിടത്തും. അപ്പോൾ അവൻ അവൻ്റേതായ ടോയ്സൊക്കെ വെച്ച് കുറച്ച് വയ്ക്കുന്നത് കണ്ടോളൂ, അതിനെ കളിക്കുകയൊക്കെ ചെയ്തോളൂ. പക്ഷേ നമ്മൾ ഫിലിം കാണിക്കില്ല, കുഞ്ഞല്ലേ. പിന്നെന്താ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ഡേ നമ്മുടെ ഫ്രൈഡേ. അപ്പോൾ ഇത് കണ്ടിന്യൂഷൻ വീഡിയോ ആണ്, 2 ദിവസത്തെ വീഡിയോ ആണ്. തേഴ്സ്ഡേ നൈറ്റ് തൊട്ട് നമ്മുടെ പിറ്റേ ദിവസം ഫ്രൈഡേ വരെയുള്ള ഫുൾ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഏത് ഫിലിമാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഫിലിം തുടങ്ങി. ജീതോ ജോസഫിൻ്റെ ദൃശ്യം 2. ഒന്നും കൂടെ ഒന്ന് ലാലേട്ടനെയും മീനയൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു. ജോർജ് കുട്ടിയും ഫാമിലി ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ബൈ. ഞങ്ങളൊന്ന് ഫിലിം കാണട്ടെ. നമ്മൾ ഫിലിം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊരു സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഒരു പ്രിങ്കിൾസും ഒരു കോൺ പഫും പെപ്സിയും. അപ്പോൾ ഞങ്ങൾ ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ കിടക്കാൻ പോകുന്നത്. ബൈ, ഗുഡ് നൈറ്റ്. നാളെ രാവിലെ. ഗുഡ് മോർണിംഗ്. നമ്മൾ ഉണന്നു, ഞാൻ ഉണന്നു. രാവിലെ കുഞ്ഞ് നല്ല ഉറക്കമാണ്. ഫ്രൈഡേ അല്ലേ, ഇപ്പോൾ ആൾ കിടന്നുറങ്ങിക്കോട്ടെ. ഇനിയിപ്പോൾ ഞാൻ പോയി ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഫ്രഷായിട്ട് വിളക്ക് കത്തിക്കണം. അപ്പോൾ ആ വീഡിയോയിലൊക്കെ കാണാം. ഓക്കെ, ബൈ. കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വിളക്ക് കത്തിച്ചു, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പവും മുട്ടക്കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറൊക്കെ അടുപ്പത്ത് വെച്ചു. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മത്തി മേടിക്കാൻ പോയത് നമ്മുടെ ദീപ്തിയുടെ വീട്ടിൽ. അതാണ് ഇത്. ഫ്രൈഡേ ആയതുകൊണ്ട് രാവിലെ ചേട്ടനും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ചേർന്നാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു മത്തി. എൻ്റെ അമ്മയൊക്കെ മത്തി എന്നാണ് പറയണേ. രാഹുൽ ചേട്ടൻ്റെ വീട്ടിൽ ചാള എന്നൊക്കെ പറയണേ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തൊക്കെയാണ് പറയണത് ഒന്ന് കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ തന്നെ വീട്ടിലെ പണികളൊക്കെ ഷെയർ ചെയ്തിട്ടാട്ടോ നമ്മൾ ചെയ്യുന്നത്. രാഹുൽ ചേട്ടൻ്റെ കുക്കിങ് നന്നായിട്ട് ചെയ്യും. എനിക്ക് അറിയത്തില്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ അല്ലറ ചില്ലറ തട്ടിമുട്ടിയൊക്കെ ഞാൻ കുക്ക് ചെയ്യും, അത്രയേ ഉള്ളൂ. പക്ഷേ രാഹുൽ ചേട്ടൻ്റെ ഫുഡൊക്കെ അടിപൊളി. അതുപോലെ രാഹുൽ ചേട്ടൻ്റെ വീട്ടിൽ അമ്മ വെക്കുന്നതൊക്കെ നല്ല ഫുഡാട്ടോ, നല്ല ടേസ്റ്റാണ് അമ്മ വെക്കുന്നതും. എൻ്റെ വീട്ടിലായാലും നല്ല ഫുഡാട്ടോ. എൻ്റെ ചേട്ടൻ വയ്ക്കും ഫുഡൊക്കെ, നല്ല രസമായിട്ട് വയ്ക്കും. അച്ഛനും എനിക്കും അതൊന്നും വലിയ അറിയത്തില്ല. ഞങ്ങളൊക്കെ ജസ്റ്റ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇവിടെ ആയാലും രാഹുൽ ചേട്ടൻ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടായാലും ഫുഡൊക്കെ ഉണ്ടാക്കി തരും. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും അടിപൊളി ഫുഡൊക്കെ ആയിട്ട് ഉണ്ടാക്കി തരുവേ. അപ്പോൾ ഞങ്ങളിതാ ക്ലീൻ ചെയ്ത് ഇത്രയും മത്തി ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മളിതാ ഫ്രീസറിൽ വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കുഞ്ഞ് ഉണർന്നത്. ഇടയ്ക്ക് കുഞ്ഞ് ഉണർന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാനൊന്ന് ഉറക്കിയിട്ട് പോയി. പിന്നെ കുഞ്ഞ് ഉണർന്നു. അത് കഴിഞ്ഞ് ഞാൻ അവനെ ഫ്രഷായിട്ട് കൊന്നെ കുളിപ്പിച്ചിട്ട് വന്നു. ഞാൻ വിളക്കൊക്കെ തൊഴിപ്പിച്ചു. പിന്നെ ഞാൻ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുമായിരുന്നു മീൻ, ഇതാണ് മത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ലഞ്ച് ഞങ്ങൾ ഇന്നലത്തെ ഫുഡ് ഉണ്ടായിരുന്നേ. കുറച്ച് ചിക്കനും രസവും ബീറ്റ്റൂട്ട് തോരനും ഉണ്ടായിരുന്നു. പിന്നെ രാഹുൽ ചേട്ടൻ്റെ കൂട്ടത്തിൽ 2 ഉണക്ക് മീനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ് ഒരു പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു. എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കും കേട്ടോ. അതുപോലെ എന്താ പറയുക, പാക്കറ്റ് പായസം ഉണ്ടാക്കും, അല്ലാത്ത പായസമൊക്കെ ഉണ്ടാക്കും. ഈ പ്രാവശ്യം ഞാനാണ് രാഹുൽ ചേട്ടന് ഒരു പായസമൊക്കെ ഉണ്ടാക്കിയത്. രാഹുൽ ചേട്ടൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഉറങ്ങി എനിക്കുമ്പോൾ പായസമൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നല്ലപോലെ പാലൊക്കെ തിളച്ചു. നമ്മൾ ആ പാലാട്ടോ യൂസ് ചെയ്യുന്നത്, നല്ല ഫ്രഷ് മിൽക്കാട്ടോ. പാലൊക്കെ തിളച്ചു. അതിനകത്ത് നമ്മൾ സേമിയ പായസത്തിൻ്റെ എല്ലാം ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒന്ന് തിളച്ച് വന്നപ്പോൾ നെയ്യൊക്കെ ഒഴിച്ചു. ഞാൻ ആ സ്പൂണിലിട്ട് തന്നെ ഇളക്കിയിട്ട്, അപ്പോൾ ഇച്ചിരി കൂടെ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ. പിന്നെ നട്ട്സും കിസ്മിസൊക്കെ അതിനകത്ത് ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ അഡീഷണലായിട്ട് ചേർത്തില്ല. ചെറിയൊരു പാക്കറ്റാണ്, നമുക്ക് 2 പേർക്കും കുടിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. പിന്നെ എക്സ്ട്രാ ഒരാൾക്കൂടെ, പക്ഷേ ഞാനത് വെച്ചില്ല, ഞങ്ങളതും കൂടെ കുടിച്ചു. ആ കൂട്ടത്തിൽ തന്നെ അവൽ നനച്ചതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. ആ ടൈമിലൊക്കെ രാവിലെ ചേട്ടന് കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു. ഇപ്പോൾ നല്ല ജോലിയായിരുന്നല്ലോ രാവിലെ. ഫിഷ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ നല്ല പണിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞു നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച്. നമ്മൾ ഉണ്ടാക്കിയത് ഫിഷ് പീര, ഫിഷ് ഫ്രൈ. അത് 2 സൈസിൽ, ഇലയിൽ വാട്ടിയതും അല്ലാണ്ട് ഫ്രൈ ചെയ്തതാണേ. കുഞ്ഞും കൂടെ ഉള്ളത് കൊണ്ട് എനിക്കും പിറ്റേ ദിവസം ചെയ്യാൻ പാടായിരിക്കുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രിയായി.
മോളെ മോനെ വിളിച്ചു. അവര് കുഞ്ഞിനെ കളിപ്പിക്കുന്നതാണ്, ഞാനത് സ്ക്രീൻ റെക്കോർഡ് ചെയ്താ. അവര് നല്ല രസമാണ്. അവർക്ക് എപ്പോഴും ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അവരെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം നമുക്കുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഉടനെ നാട്ടിൽ പോകും. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ തന്നെ രണ്ടുപേരും എപ്പോഴും കുഞ്ഞിനെ കളിപ്പിക്കുമായിരുന്നു. ഇപ്പൊ അവർ എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുവാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് ആൻഡ് താങ്ക് യു.